മാസങ്ങൾ നീണ്ട ഭാരത പര്യടനത്തിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് വാൻ ലൈഫ് യാത്രയിലൂടെ പ്രശസ്തരായ ഈ ബുൾജറ്റ് സഹോദരങ്ങൾ. സഞ്ചാരികൾ അധികം പരീക്ഷിക്കാത്ത വാൻ ലൈഫ് യാത്രയിലൂടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും ഇവർ യാത്ര ചെയ്തു കഴിഞ്ഞു. കണ്ണൂർ സ്വദേശികളായ എബിനും ലിബിന്റെയും അടുത്ത ലക്ഷ്യം യൂറോപ്യൻ രാജ്യങ്ങളാണ്. സ്വപ്നങ്ങൾക്ക് അറിയില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, അതാണ് എബിനും ലിബിനും ഒരുപക്ഷെ യൂട്യൂബിലെ തരംഗമാണിപ്പം. ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവര് നിലവില് ഇന്ത്യ മുഴുവൻ കറങ്ങിയ അവസാനം നമ്മുടെ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുണ്ട്. എബിന്റെയും ലിബിന്റെയും വാൻ ലൈഫ് യാത്ര പ്രേക്ഷകർ അറിയുന്നത് തന്നെ 24ലൂടെയാണ്. അവർ ഇപ്പോൾ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരുപാട് നന്ദി 24 ന്യൂസിനോടും. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ വാൻ ലൈഫ് യാത്ര ആദ്യമായിട്ട് പുറം ലോകത്ത് എത്തിച്ചത് സത്യം പറഞ്ഞ 24 ആണ്. അതിന് ആദ്യം തന്നെ നന്ദി പറയാണ്. എല്ലാരെയും നമ്മൾ സമീപിക്കുകയും ചെയ്തു. അപ്പൊ ഈ വാൻ ലൈഫ് എന്ന് പറഞ്ഞ യാത്ര ആർക്കും അത്ര പരിചയമില്ല. നമ്മള് പറയുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. അന്നപ്പം തന്നെ നമ്മള് 24 വിളിക്കാൻ അവർ അന്നപ്പം പറഞ്ഞ് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സപ്പോർട്ടാണ് ഇന്ന് ഈ കാണുന്ന ഈ ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയത്. എവിടെയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ ഇന്ത്യയിൽ കറങ്ങാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതായത് ഞങ്ങളാണ് സത്യം പറഞ്ഞ കൊറോണ എന്ന് പറഞ്ഞ സംഭവം വന്ന് ലോക്ക്ഡൌൺ വന്ന സമയത്ത് എല്ലാവരും യാത്ര ചെയ്യാനും പുറത്തോട്ട് ഇറങ്ങാനും പേടിച്ച സമയത്ത് കൊറോണ സമയത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ, അത് കേരളത്തിന് പുറത്തുപോലെ ഇന്ത്യയിലൂടെ യാത്ര ചെയ്ത ഞങ്ങളാണ്. സാധാരണക്കാരനും ഇതുപോലെ ഒരു ക്യാമറമാൻ വാങ്ങിക്കാമെന്നുള്ള ഒരു ക്യാരവാൻ വാങ്ങിക്കാമെന്നുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ ഇതിലൂടെ എല്ലാവരും കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി. കാരണം നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വപ്നം കണ്ടാലും അത് നമ്മൾ നടക്കും എന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിക്കുള്ള ഉൾഭാഗം, അതായത് ഞങ്ങളുടെ ക്യാരവാൻ. അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. സാധാരണക്കാരനും ഇങ്ങനെ ഒരു വണ്ടി സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ലൈഫിലൂടെ കാണിച്ചു തരുന്നത്. ഈ കാണുന്നത് ഞങ്ങൾക്ക് ചേട്ടനും അനിയനും കിടക്കാനുള്ള സ്ഥലമാണ്. ഈ സംഭവം ഇതാ ഇങ്ങനെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ കിച്ചണാണ്. ഞങ്ങൾ ഡെയിലി വണ്ടിക്കകത്താണ് ഭക്ഷണം വെക്കുന്നത്. അപ്പൊ അതിനുള്ള 2 ബർണറും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പം ഞാനും എന്റെ അനിയനും കിടക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഈ വണ്ടിയുള്ള. ഇനി ആർക്കെങ്കിലും 2 പേർക്കും കൂടെ ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടെ കിടക്കാനുള്ള സംവിധാനം ഈ വണ്ടിയിലുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റ് ആണ്. അതായത് നമുക്ക് യാത്രയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല ഈ വാനിനകത്തുള്ള ദിവസവും ഇതിനകത്ത് തന്നെ താമസിക്കാന്ന് പറയുന്ന ഒരു സംഗതി. ആ ഒരു ജീവിതം എങ്ങനെയാണ്? ശരി, ചേട്ടാ ചോദിച്ച ചോദ്യം തന്നെയാണ് ആദ്യം ഞങ്ങളോട് എല്ലാരും ചോദിച്ചത്. അത് ഞങ്ങളിപ്പോ അത് എല്ലാരും കാണിച്ചു കൊടുത്തു. കാരണം നിങ്ങൾ എങ്ങനെ ജീവിക്കും, നിങ്ങൾ എന്തേ പറയണേ? അതായത് ഞങ്ങളെ സംബന്ധിച്ച് വണ്ടിയിലല്ലാതെ വേറെ എവിടെ ഉറങ്ങാൻ പറ്റൂല. ഇന്ത്യയിൽ ഏകദേശം സ്ഥലങ്ങളൊക്കെ കറങ്ങി. ഇനി ഇന്ത്യക്ക് പുറത്തേക്ക് പോകാന്നാണല്ലോ പറയുന്നത്. എന്താണ്? അതായത് നമ്മുടെ ഇന്ത്യക്കാർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വളർന്നുകൊണ്ട്. അപ്പം ഇത്ര നാളും മറ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ കാണാൻ ആൾക്കാർ വന്നത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകൽ വളരെ കുറവാണ്. അപ്പം ഞങ്ങളുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൻ ലൈഫ് വണ്ടികൾ പോകൂലെന്നാണ് എല്ലാരും പറയുന്നത്. നമ്മളത് തെളിയിക്കാൻ പോവാണ്. വാൻ ലൈഫ് വണ്ടി ഞങ്ങളുടെ ഈ വണ്ടി കൊണ്ട് ഞങ്ങൾ അടുത്ത് പോകാൻ വേണ്ടി പോവാം. നിങ്ങളുടെ ഈ വിദേശ യാത്രാ പര്യടനം ഉടനെ ആരംഭിക്കുമോ? ഉടനെ. അതായത് വാക്സിൻ വന്ന് അതിർത്തികൾ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുക. രാജ്യം മൊത്തം കറങ്ങി വന്ന എബിനും ലിബിനും ഇനി ലോകം കീഴടക്കാനുള്ള യാത്രയിലാണ്. അഭിലാഷ് തൊഴുൻകോടിനൊപ്പം മഹേഷ് ജോൺ മാത്യു, 24 തിരുവനന്തപുരം.